ഹായ് ഫ്രണ്ട്സ്, അജിന്ത്യ പ്രസാദ് ഫാമിലി വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തൃശ്ശൂർ പൂരം ഇങ്ങെത്തിയേ. തൃശ്ശൂർ പൂരമാണ് കേട്ടോ ഇന്ന്. കണിമംഗലം ശാസ്താവ് വടക്കുന്നാഥനെ വണങ്ങാനായിട്ട് എഴുന്നള്ളുന്ന ഒരു സമയം കൂടിയാണ് കേട്ടോ. ഒരു നേരല്ലൊരു സമയം. ആദ്യം വണങ്ങുന്നത് കണിമംഗലം ശാസ്താവാണ് കേട്ടോ. വിശ്വപ്രസിദ്ധമായ തൃശ്ശൂർ പൂരമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ വൈവിധ്യമാർന്ന ചടങ്ങുകളും വർണ്ണ കാഴ്ചകളും ആയിട്ടുള്ള ഒരു കൂട്ടം, ഒരു സമന്വയമാണ് കേട്ടോ തൃശ്ശൂർ പൂരം. ഘടകപൂരങ്ങളിലെ വരവും വെടിക്കെട്ടും ഒക്കെ വാദ്യമേളങ്ങളെല്ലാം ഉണ്ടാകും. പക്ഷെ ഇന്ന് വെടിക്കെട്ട് മാത്രമേ ഉണ്ടാവില്ല. പിന്നെ കുടമാറ്റം വളരെ കുറച്ച് സമയമേ ഉള്ളൂ. തൃശ്ശൂർ പൂരത്തിന്റെ ആവേശം ഇതൊക്കെ തന്നെയാണെങ്കിലും ഇന്ന് എല്ലാത്തിനും ഒരു പരിമിതിയുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. ഇതിൽ പ്രധാന 8 ക്ഷേത്രങ്ങളിൽ നിന്നുള്ള ഘടകപൂരങ്ങളാണ് കേട്ടോ നമ്മുടെ തൃശ്ശൂർ പൂരത്തിന് എത്തുന്നത്. പൂരത്തിന്റെ ആവേശം അങ്ങ് വാനോളം ഉയർത്തിയിട്ടാണ് കണിമംഗല ശാസ്താവ് ആദ്യമായിട്ടാണ് കേട്ടോ. ആദ്യം ക്ഷേത്രത്തിലേക്ക് എത്തുന്നത് കണിമംഗല ശാസ്താവാണ്. 5 മണിയോടെയാണ് കണിമംഗല ശാസ്താവ് നമ്മുടെ ഈ ക്ഷേത്രത്തിൽ, നമ്മുടെ തൊട്ടടുത്തുനിന്ന് ഇങ്ങനെ പുറപ്പെടുന്നത്. ആകെ 2-3 കിലോമീറ്ററേ ഉള്ളൂ നമ്മുടെ തൃശ്ശൂർക്ക്. വെയിലും മഴയും മഞ്ഞും ഒന്നും ഏൽക്കാതെ ബൃഹസ്പതി രൂപത്തിലുള്ള ദേവഗുരുവാണ് കേട്ടോ കണിമംഗല ശാസ്താവ്. അതിനാൽ വെയില് ചൂട് പിടിക്കുന്നതിന് മുമ്പ് തന്നെ ക്ഷേത്രത്തിലെ തെക്കേ ഗോപുരം വഴി കണിമംഗല ശാസ്താവ് എഴുന്നള്ളിച്ച് അകത്തേക്ക് കടക്കും കേട്ടോ. അതിനുശേഷം മാത്രമാണ് മറ്റുള്ള പൂരങ്ങളെല്ലാം ഉള്ളിലേക്ക് പ്രവേശിക്കുന്നത് കേട്ടോ. തെക്കേ ഗോപുരം വഴി പ്രവേശിക്കുന്ന നമ്മുടെ കണിമംഗലം ശാസ്താവ് ഉണ്ടല്ലോ, വടക്കുന്നതിന് അഭിമുഖമായിട്ട് ഒരിക്കലും കണിമംഗലം ശാസ്താവ് ഒരിക്കലും നിൽക്കില്ല. നമ്മുടെ വടക്കുന്നാഥിന് അഭിമുഖമായി നിൽക്കില്ല. തെക്കേ ഗോപുരം വഴി പ്രവേശിക്കുമ്പോൾ വടക്കുന്നാഥിന്റെ പിന്നിലായിരിക്കും തിടമ്പ് കാണുക. അപ്പൊ അതായത് പിന്നിൽ നിന്ന് നിൽക്കുന്നത് പോലെയാണ് നോക്കി കാണുക. അതായത് കണിമംഗലം ശാസ്താവ് ദേവഗുരു ആണെന്നാണ് കേട്ടോ സങ്കല്പമുള്ളത്. കേരളത്തിലെ തൃശ്ശൂർ ജില്ലയിലെ തൃശ്ശൂർ നഗരത്തിന് തെക്കുഭാഗത്ത് കണിമംഗലം സ്ഥിതി ചെയ്യുന്ന പുരാതനമായ ഒരു ക്ഷേത്രമാണ് കേട്ടോ കണിമംഗല ശാസ്താവ്. എപ്പോഴും ഞാൻ കണിമംഗല ശാസ്താവ് പറയുമ്പോൾ ആ ആള് ഇതാണ് കേട്ടോ. ലോകപ്രസിദ്ധമായ നമ്മുടെ ഈ തൃശ്ശൂർ പൂരത്തിന്റെ പങ്കാളികളിൽ ഒരാളാണ് കണിമംഗല ശാസ്താവ്. കണിമംഗല ശാസ്താവ് തെക്കേ ഗോപുര നട വഴി വടക്കുന്നാഥനുള്ളിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. ആ ക്ഷേത്രത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് കേട്ടോ. പ്രവേശിക്കുന്ന ഒരു വലിയൊരു ചടങ്ങുണ്ടല്ലോ. അതൊക്കെ എന്താ പറയുക, അപൂർവങ്ങളിൽ അപൂർവമായ ഒരു കാഴ്ചകളാണ്. ഏതൊരു എന്താ പറയുക, ഈ ഒരു സൗഭാഗ്യം, ഈ ഒരു ഭാഗ്യം ഇതൊക്കെ കാണാനാണ് കേട്ടോ ഇത്രയധികം ജനങ്ങൾ ഇങ്ങനെ ഇവിടെ തള്ളി തുറക്കുന്നതല്ലേ. ഇതൊക്കെ ദൈവികതയാണ്. നമുക്ക് ഇതൊക്കെ ഒരു ദൈവികമായിട്ടുള്ള ഒരു സങ്കല്പമായിട്ടാണ് കേട്ടോ നമ്മൾ ഇതൊക്കെ കാണുന്നത്. അപ്പോൾ ദൈവങ്ങളെയാണ് നമ്മളിങ്ങനെ അംഗീകരിക്കുന്നത്, നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ദൈവങ്ങളാണ് നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത് എന്നാണല്ലോ നമ്മൾ സങ്കല്പിക്കുന്നത്. അപ്പോൾ അങ്ങനെ ശാസ്താവ് തെക്കേ ഗോപുര നട വഴി വടക്കുന്നാഥ ക്ഷേത്രത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു കേട്ടോ. അത് ആ ഒരു ചടങ്ങ് കണ്ടോ. ഇത് കണിമംഗല ശാസ്താവ് വന്നിരിക്കുന്നത് വേലിയാലക്കൽ കുട്ടിശങ്കരന്റെ പുറത്താണ്. അപ്പോൾ അത്രയും വലിയൊരു സന്തോഷം കൂടി നമുക്കുണ്ട്. എല്ലാം നമുക്കുള്ളിലേക്ക്, എല്ലാവരും ക്ഷേത്രത്തിനുള്ളിലേക്ക് അങ്ങ് പ്രവേശിച്ചിരിക്കുകയാണ്. ഇനി അങ്ങ് പൂരങ്ങളുടെ പൂരമാണ്. തൃശ്ശൂർ പൂരം അങ്ങനെ അങ്ങ് ആരംഭിക്കുകയായിട്ടോ. കണിമംഗല ശാസ്താവ് തെക്കേ ഗോപുര നട വഴി വടക്കുന്നാഥനുള്ളിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. എന്ത് ഭാഗ്യമാണല്ലേ ഇത് കാണാനായിട്ട്. അങ്ങനെ വടക്കുന്നാഥനുള്ളിലേക്ക് പ്രവേശിച്ചിട്ട് പടിഞ്ഞാറ് നടവഴി പുറത്തേക്ക് വരും കേട്ടോ. അങ്ങനെ അവസ്ഥ പ്രകാരമുള്ള നല്ല ചടങ്ങുകളോടുകൂടി 9 ആനകളോട് നിരന്ന് നിന്ന് മേള ഇങ്ങനെ കൊട്ടിക്കലാശിക്കും കേട്ടോ. അതിനുള്ള പുറപ്പാടിലാണ് നമ്മുടെ ശാസ്താവ്, കണിമംഗല ശാസ്താവ് പോകുന്നത്. ദേവഗുരു ആയതിനാലാണ് കേട്ടോ വടക്കുന്നാഥനെ വലം വയ്ക്കുകയോ വണങ്ങുകയോ ചെയ്യാത്തത്. മൂർത്തിയാണ്, അതായത് ദേവഗുരു ആയിട്ടുള്ള മൂർത്തിയായിട്ടാണ് കണിമംഗല ശാസ്താവ് അറിയപ്പെടുന്നത്. അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ വടക്കുന്നാഥനെ വലം വയ്ക്കാത്തത്. പിന്നെ നമുക്ക് എന്താണെന്ന് വെച്ചാൽ ഇത്രയും മനോഹരമായ ഒരു ദൃശ്യം കാണാൻ വെച്ചാൽ അത്ഭുതങ്ങളുടെ അത്ഭുതങ്ങൾ എന്നൊക്കെയാണല്ലോ ഇതിനെയൊക്കെ പറയാം. അപ്പം അങ്ങനെ വടക്കുന്നാഥനിലെ ഈ ഒരു സമയത്ത് നമ്മൾ 7 മണിയോടനുബന്ധിച്ച് ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു ദൃശ്യം കാണാനായിട്ടാണ് എത്രമാത്രം ജനങ്ങളാണെന്നറിയോ വടക്കുന്നാഥ മുറ്റത്ത് ഇങ്ങനെ തടിച്ചുകൂടി. അമ്പലപ്പറമ്പിലും എല്ലാമായിട്ട്, പിന്നെ പറനിറയ്ക്കാനും എല്ലാത്തിനും ഒരു പ്രത്യേക വൈബാണ്. നമ്മൾക്ക് ഈ ഒരു സന്തോഷമാണ്. ഈ ഒരു സന്തോഷത്തിന് വേണ്ടിയാണ് ഈ ഒരു വർഷത്തോളം നമ്മളിങ്ങനെ കാത്തു നിന്നത്. അപ്പോൾ അതിൻ്റെ ആ ഒരു സന്തോഷം എല്ലാവർക്കും ഉണ്ട് കേട്ടോ. അങ്ങനെ ശാസ്താവ് നടന്ന് നീങ്ങുകയാണ് പടിഞ്ഞാറേ നടയിലേക്ക്. ഇങ്ങനെ കണിമംഗലം ശാസ്താവ് നടന്ന് നീങ്ങുന്ന ദൃശ്യമാണ് കേട്ടോ ഇപ്പം നിങ്ങളെല്ലാവരും കണ്ടുകൊണ്ടിരിക്കണത്. അങ്ങനെ പുലർച്ചെ 5 മണിക്ക് പുറപ്പെട്ടതാണ് കേട്ടോ കണിമംഗല ശാസ്താവ്. ഒരു നാട്
ഒട്ടാകെ ശാസ്താവിനൊപ്പം വടക്കുന്നാഥനിലേക്ക് എത്തിയിരിക്കുകയാണ്. അത്ര ആവേശമാണ് ഇവിടെ എല്ലാവർക്കും. ഈ തൃശ്ശൂർ പൂരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനുവേണ്ടി ഇങ്ങനെ കാത്തിരുന്ന് വരികയാണ്. ഇനി അതുപോലെ തന്നെ പിന്നെ പറയാനുള്ളത് നമ്മുടെ സാമ്രാട്ട് തെച്ചിക്കോട്ട് രാമചന്ദ്രൻ ചെമ്പുക്കാവ് ഭഗവതിയുടെ അവിടെയാണ് പൂരത്തിനെത്തിയിരിക്കുന്നത്. ആളെത്തിയിട്ടുണ്ട്. നമുക്ക് ഇതിൽ നമുക്ക് ജയരാജ് വാര്യരെയൊക്കെ കാണാം കേട്ടോ. അദ്ദേഹത്തെയൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ ഞങ്ങളുടെ വലിയാലക്കൽ അമ്പലത്തിൽ കോമരം, അങ്ങനെ കുറച്ച് ആളുകൾ ഇപ്പം നമ്മുടെ പരിചയം എല്ലാവരും നമ്മുടെ നാട്ടുകാരാണ്. പിന്നെ സത്യം പറഞ്ഞാൽ ഒരുവിധം എല്ലാവരും തൃശ്ശൂർക്കാർ അല്ലാത്തവരും ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ കണിമംഗല ശാസ്താവ് ഇങ്ങനെ നടന്ന് നീങ്ങുന്നത് എനിക്ക് തന്നെ ഈ വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്ത് എന്ത് ഭംഗിയായിട്ടാണെന്നാണ് തോന്നുന്നത്, എന്ത് രസമായിട്ടാണെന്നറിയോ. ഓരോരോ കാഴ്ചകൾ കാണുമ്പോൾ ഇത്ര മനോഹരമായിട്ടൊന്നും ഞാൻ ശരിക്കും പറഞ്ഞാൽ പൂരം കണ്ടിട്ടില്ല. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാനിങ്ങനെ പൂരമൊക്കെ ഇങ്ങനെ കാണുന്നത് കേട്ടോ. എന്താ വെച്ചാൽ കൊച്ചുകുട്ടികളായിരുന്നപ്പോൾ നമ്മളിങ്ങനെയൊന്നുള്ള സമയത്തൊന്നും നമ്മൾ കൊണ്ടുപോകാറില്ല, കാണാറില്ല. നമ്മൾ അങ്ങനത്തെ ഒരു ഇതാണല്ലോ. അപ്പോൾ പക്ഷേ നമ്മൾ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയതുകൊണ്ട് ഇങ്ങനെയുള്ള ദൃശ്യങ്ങൾ നമുക്ക് പകർത്താനും ഇങ്ങനെ ക്യാമറകളും ഇതൊക്കെ വന്നതുകൊണ്ട് ഇങ്ങനെയും കുറേ ഗുണങ്ങളാണ് നമുക്കല്ലേ. ഇതൊക്കെ നമ്മുടെ മെമ്മറിയിൽ ഇങ്ങനെ ഇരിക്കും. ആ ഒരു അനുഗ്രഹം, പിന്നെ ആ ഒരു എന്താ പറയുക, ആ ഒരു എന്താ പറയുക, മനസ്സിനുള്ളിൽ ഇങ്ങനെ തങ്ങി ഇങ്ങനെ നിൽക്കും. അതിന് എന്താ പറയേണ്ടതെന്ന് അറിയില്ല. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. എന്താ പറയുക, ആ ഒരു ആവേശം ഉണ്ടല്ലോ, പൂരത്തിൻ്റെ ഒരു ആവേശം. അങ്ങനെ പടിഞ്ഞാറ് നടവഴി കണിമംഗല ശാസ്താവ് വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് വരുമ്പോൾ നമുക്ക് ഒരു ഭാഗം പോലും കട്ട് ചെയ്ത് വെച്ച് ബാക്കി മാറ്റി വെച്ച് എനിക്ക് കാണിക്കാനായിട്ട് സാധിക്കുന്നില്ല. അതുകൊണ്ടാണ് ഞാനിങ്ങനെ അതിങ്ങനെ വിടാതെ അങ്ങനെ നടന്നു വരുന്നത് മൊത്തം ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അത്ര അധികം രസമാണ് നമുക്ക്. അവിടെ ആ ഒരു സന്തോഷമൊക്കെ ഉണ്ടല്ലോ, അവിടെ ചെന്ന് നിന്നാലാണ് നമുക്ക്, അല്ലെങ്കിൽ ഇതിങ്ങനെ കാണും അത് എല്ലാവരും നിങ്ങളെല്ലാവരും അറിയണം. ആ ഒരു സന്തോഷം എന്താണെന്നുള്ളത് മൊത്തത്തിൽ നിങ്ങളൊന്നും അറിയണം. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിങ്ങനെ അതന്നെ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ശാസ്താവ് ഇങ്ങനെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരുന്നതൊക്കെ ഒരു ഭയങ്കര ഭംഗിയാണല്ലോ. അത് കാണുമ്പോൾ ഒരു ഭയങ്കര രസമാണ്. നമ്മുടെ മനസ്സിനിങ്ങനെ ഭയങ്കര രസമായിരിക്കും. നമുക്ക് ആനകളും പൂരങ്ങളും ആളുകളും എല്ലാം കൂടി ആകുമ്പോഴേ മേളവും താളവും ലയവും ഒക്കെ കൂടി ഒന്നിച്ചിങ്ങനെ നിൽക്കുന്ന ഒരു സംഗമ ഭൂമിയാണ് ഇന്ന് തൃശ്ശൂർ. ഞാൻ ഭയങ്കര ത്രില്ലിലായിരുന്നു. ഇതങ്ങ് ക്യാപ്ചർ ചെയ്തതിന് ശേഷം വന്നിട്ട് വേഗം അത് വീഡിയോ എഡിറ്റ് ചെയ്യണം, ഇടണം. എനിക്ക് വോയിസ് അങ്ങനെ തന്നെ പച്ചയ്ക്ക് ഇടണം എന്നായിരുന്നു. കാരണം അങ്ങനെ പച്ചയ്ക്ക് ഇടണം എന്നായിരുന്നു ആഗ്രഹം ഉണ്ടായിരുന്നത്. പക്ഷേ എനിക്ക് അത് ഇട്ട് കഴിഞ്ഞാൽ എന്തെങ്കിലും കോപ്പി റൈറ്റിങ് എന്തെങ്കിലുമൊക്കെ വരുമോ എന്നുള്ളതായിരുന്നു. അത്ര രസമാണ് ഈ മേളവും കാര്യങ്ങളൊക്കെ കാണാനും കേൾക്കാനൊക്കെ ആയിട്ട്. അതാണ് കേട്ടോ, അത്ര സന്തോഷമാണ് നമുക്ക്. അങ്ങനെ മേളത്തിൻ്റെ കൂട്ടപ്പൊരിച്ചിലാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ വടക്കുന്നാഥൻ്റെ മുൻഭാഗത്ത് മുന്നിൽ വന്ന് നിന്ന്, അതായത് തിടമ്പ് പിന്നിലോട്ടായിട്ടാണ് നമുക്ക് നിൽക്കുന്നുണ്ടാവുക. അപ്പോൾ അങ്ങനെയാണ് ഗുരുനാഥൻ നിൽക്കുക. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ അത് കഴിഞ്ഞ ശേഷം ആ പടിഞ്ഞാറ് നടവഴി ശാസ്താവ് പുറത്തിറങ്ങി നിന്ന് ഇവിടെ ഗംഭീരമേളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഗംഭീരമേളം കണ്ടോ. അതിനുവേണ്ടി ഇങ്ങനെ വെയിലൊക്കെ മങ്ങി നിൽക്കുകയാണ്. അപ്പോൾ ആ ഒരു സന്തോഷവും എല്ലാവരും ഇങ്ങനെ മുകളിലേക്ക് നോക്കുന്നുണ്ട്. ഇനി മഴ പെയ്യോ, ചൂട് ഇതായിട്ട് നിൽക്കുന്നുണ്ട്, മഴ പെയ്യോ, അത് ഉണ്ടാവോ, ഇങ്ങനെ അങ്ങനെയൊക്കെ. അതും നെറ്റിപ്പട്ടവും വെഞ്ചാമരവും എല്ലാം 9 ആനകൾ പുറത്ത് കണിമംഗല ശാസ്താവ് അങ്ങനെ ഒരുങ്ങി അങ്ങനെ നിൽക്കുന്ന വൻ മേളാണ് ഇനിയിപ്പോൾ ഇവിടെ നടക്കാൻ പോകുന്നത്. അങ്ങനെ ശാസ്താവ് അവിടെ നിന്ന് നമ്മളുടെ മേളം കഴിഞ്ഞതിന് ശേഷം നേരെ പിന്നെ നമ്മുടെ കുളശ്ശേരി ക്ഷേത്രത്തിലാണ് വിശ്രമിക്കുക. കുളശ്ശേരി ക്ഷേത്രത്തിലാണ് തിടമ്പ് ഇറക്കി വെച്ച് അവിടെ പൂജകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ അവിടെയാണ് വിശ്രമിക്കുന്നത്. വടക്കുന്നാഥ മുറ്റത്ത് നിന്ന് നമ്മൾ ഇവിടുന്ന് ഇറങ്ങിയതിന് ശേഷം കേട്ടോ. അങ്ങനെ തിടമ്പേറ്റി കുളശ്ശേരി ക്ഷേത്രത്തിലേക്ക് ശാസ്താവ് നീങ്ങിക്കൊണ്ടിരിക്കുന്ന കാഴ്ചകളാണ് കേട്ടോ ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടെ ആ ഒരു ഇങ്ങോട്ട് വരുമ്പോൾ കണ്ടില്ലേ ആ ഒരു തിടമ്പുകൾ ഏറ്റി വരുന്നത്. അപ്പോൾ അത്രയേ ഉള്ളൂ കേട്ടോ. അജിന്ത്യ പ്രസാദ് ഫാമിലിയുള്ള സൈനിങ് ഓഫ്. ടാറ്റാ ബൈ ബൈ.